സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിക്കട്ടെ. സന്തോഷമില്ലാത്തവർ കർത്താവിനെ സ്തുതിക്കട്ടെ. സന്തോഷമില്ലായ്മയൊന്നും കർത്താവിനെ സ്തുതിക്കുന്നതിന് ഞാൻ യോവയെ എല്ലാ കാലത്തും അവന്റെ സ്തുതി ഇപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. എളിയവരത് കേട്ട് സന്തോഷിക്കും. ഈ സ്തുതി കഷ്ടപ്പാടുള്ളപ്പോ കൂടുതൽ വന്നാൽ നല്ലതാ. അന്നേരം എളിയവര് സന്തോഷിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വ്യക്തമായ നമ്മളെ എന്താണെന്ന് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മുടെ ക്യാരക്ടർ എപ്പോഴാണ് റിവീൽ ആവുന്നത്. നല്ല മിടുക്കനായിട്ടിരിക്കുമ്പോൾ ഒന്നും റിവീൽ ആവത്തില്ല. പ്രഷർ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പത്തോസിനെ പറ്റിയാണ് പഠിച്ചത് അല്ലേ? കഴിഞ്ഞ ബുധനാഴ്ച ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ പത്തോസിനെ പറ്റി പഠിച്ചത്? എന്തായിരുന്നു പറഞ്ഞത്? മിക്കവാറും ആൾക്കാര് കേൾക്കാറില്ല അല്ലെങ്കിൽ ഓർക്കാറില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് നല്ലതാ, ഞാൻ പിന്നെയും റിപ്പീറ്റ് അടിക്കും. അങ്ങനെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ പത്രോസിനെ പറ്റി കഴിഞ്ഞ ആഴ്ച ഒന്ന് പഠിച്ചു അല്ലേ? പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ തന്റെ ബിഹേവിയർ കൊല്ലിയൊന്നു അല്ലേ തള്ളി പറയാൻ ഇടയായി തീർന്നു. കർത്താവ് പക്ഷേ വീണ്ടും തിരിച്ച് റെസ്റ്റോർ ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ പല കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നിറങ്ങിയതിന് ശേഷം കർത്താവ് വരുത്തിയാൽ അതേ ക്രൂശിൽ പോകുവാനായിട്ടും ഇടയായി തീർന്നു. 3 ചോദ്യങ്ങൾ ചോദിച്ചു. ഡു യു അഗപ്പാവ് മീ? ഡു യു മോർ ദാൻ ദീസ്? ഒന്നാമത്തെ ചോദ്യം. ഡു യു അഗപ്പാവ് മീ? രണ്ടാമത്തെ ചോദ്യം. ഡു യു ഫിലേവ് മീ? മൂന്നാമത്തെ ചോദ്യം. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇവരെക്കാൾ അധികം? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അടുത്ത ചോദ്യം, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? 3 ചോദ്യത്തില് മുഴുവൻ സൈക്കോളജിയും പൊളിച്ചു അല്ലേ? അതിനുശേഷം ഒരു കരച്ചിലേക്കാണ് ചെന്ന് അവസാനിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് വീണ്ടും ഇന്ന് ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ദൈവം തന്നത് കുറച്ച് ഡോക്ടറിനെയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞാൻ അതിന് ആധാരമായിട്ട് ഒരാൾ വായിച്ച് സഹായിക്കണേ. ഒരാള് ലൂക്കോസ് 23:39 മുതൽ 43 വരെ. ലൂക്കോസ് 23:39 മുതൽ 43 വരെ. ഒരാള് മത്തായി 27:44. ഒരാള് മർക്കോസ് 15:32. യേശു അവരോട്, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏതാണത്? ലൂക്കോസ് 23:39 തൊട്ട് 43. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ? നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മത്തായി 27:44. ഞാൻ വായിക്കണം. അങ്ങനെ തന്നെ അവനോട് കൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. മത്തായി 27:44. മാർക്ക് സെയിം തന്നെയാണ്. മർക്കോസ് 15:32 അത് തന്നെയാണ് പറയുന്നത്. കള്ളന്മാര് അവനെ നിന്ദിച്ചു. ഞാൻ മെയിനായിട്ട് ലൂക്കോസ് 23:39 മുതൽ 43 വരെയുള്ള ഡ്യൂട്ടി ചെയ്ത് നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അങ്ങയുടെ പാദത്തിലേക്ക് ഞങ്ങൾ വരുന്നപ്പോൾ അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂട്ടുന്നതിനാൽ സ്തോത്രം ദൈവമേ. വചനം കേട്ട് മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവ് അങ്ങ് തുറക്കുമാറാകണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ നാവോടുകൂടെ അങ്ങ് കൂടിയിരിക്കുമാറാകണം. പരിശുദ്ധാത്മാവ് തന്നെയും അടിയനോടുകൂടി അങ്ങ് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനങ്ങൾ കർത്താവെ കേട്ട് അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അത് ഫലം കായ്ച്ച് അല്ലെങ്കിൽ ഞങ്ങൾ അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഇവിടെ ഇടയാക്കുമാറാകണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന അടിയൻ തന്നെയും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രസംഗിച്ചിട്ട് വളരാത്തവനായി തീരുന്നതിന് അടിയന്റെ ജലത്തെ ദഹിപ്പിച്ച് അടിമയാക്കുവാനായിട്ട് അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയിൽ തന്നെ കൂടിയിരിക്കുക. സ്തോത്രം. അങ്ങനെ മഹത്വത്തിൽ കർത്താവ് ഞങ്ങളെ ചേർക്കുന്ന കൃപയ്ക്ക് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം. അപ്പൊ നമ്മള് ലൂക്കോസിൽ കള്ളന്മാരെയാണ് ഇന്ന് പഠിക്കാന്ന് വിചാരിച്ചത് അല്ലെ? കള്ളന്മാരൊക്കെ ശരിക്കും ക്രിമിനലാണ്. ഡൈയിങ് തീഫ് അല്ലെങ്കിൽ ഡൈയിങ് ക്രിമിനൽ
ചിലതിൽ ക്രിമിനൽസ് എന്ന് എഴുതുന്ന, ചിലത് ഔട്ട്ലോസ് എന്ന് എഴുതിയിട്ടുണ്ട്. കള്ളനല്ല, മോഷണം മാത്രമല്ല, ക്രിമിനൽസ് ആയിരുന്നു അവർ, ഔട്ട്ലോസ് ആയിരുന്നു. അപ്പൊ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോയപ്പോൾ നമ്മള് ഗോസ്പൽസ് എപ്പോഴും ഐ വിറ്റ്നസ് അക്കൗണ്ട്സ് ആണ്, ദൃക്സാക്ഷി വിവരണങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരേ സംഭവം തന്നെ പല ആംഗിളിലും പല വേരിയേഷൻസ് ഉണ്ടാകും. പക്ഷേ കോർ ഫാക്ട് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. കോർ ഫാക്ടിന് ചുറ്റുമുള്ള ഫാക്റ്റുകളിൽ വേരിയേഷൻസ്, ഹ്യൂമൻ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. അതാണ് എല്ലായിടത്തും നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടിടത്ത് കള്ളന്മാരെ ദുഷിച്ചെന്നും മൂന്നാമതൊരു സ്ഥലത്ത് ദുഷിച്ചതിന് ശേഷം മുന്നോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ലൂക്കോസ് ഇത് എഴുതിയപ്പോൾ ലൂക്കോസ് ക്രമമായിട്ട് ഫുള്ള് പരിശോധിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എഴുതുന്നത്. മാർക്ക് എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ടാണ്. ജോൺ മാർക്ക് പത്രോസിന്റെ കയ്യിൽ നിന്ന് കേട്ട് എഴുതിയതാണ് മാർക്കോസിന്റെ സുവിശേഷം. മത്തായി ഈ ക്രൂശീകരണ സമയത്ത് തന്നോട് കൂടെ ഇല്ല, താൻ ഓടിപ്പോയി. ആ ക്രൂശിന്റെ ചുവട്ടിലുള്ളത് യോഹന്നാൻ മാത്രമാണ്. ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഗോഡ് ഹിസ്റ്റോറിയൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഗോട്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ നമ്മൾ ആടെന്ന് പറയുന്നത്. പക്ഷേ ഈ മോഡേൺ ടെർമിനോളജിയിൽ ഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ്. ഗോട്ട് GOAT ഗോട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. മോഡേൺ ടെർമിനോളജിയിൽ ഗോട്ട് എന്ന് പറയുന്നത് ആടല്ല, മട്ടമല്ല, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അപ്പൊ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഹിസ്റ്റോറിയൻ ആയിട്ട് അറിയപ്പെടുന്ന ആളാണ് ലൂക്കോസ്. ലൂക്കോസ് എന്ത് ചെയ്തു? ലൂക്കോസ് പറയുന്നുണ്ട്, ശ്രീമാനായ തെയോഫിലോസെ, ഞാൻ ഈ കാര്യങ്ങളെ പറ്റി സൂക്ഷ്മമായി പഠിച്ച് ക്രമമായിട്ട് എഴുതിയെന്ന് പറഞ്ഞിട്ടില്ലേ. 1:2 ലൂക്ക് 1:2 വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാര്യം ഹിസ്റ്റോറിയൻസ് അങ്ങനെയാണ്, അവര് ടൈം നോക്കി അതിന്റെ ക്രമം നോക്കി റൈറ്റ് ആയിട്ട് എഴുതി വെക്കും. അപ്പോ ഈ കള്ളന്റെ വിഷയം പിന്നീടാണ് വരുന്നത്. അപ്പോ ലൂക്ക് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം പറയുന്നത്. ജോൺ ഈ വിഷയത്തെ പറ്റി സൈലന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ ഇത് കഴിഞ്ഞൊരു 20 വർഷത്തിന് ശേഷമാണ് ഈ ഗോസ്പൽ എഴുതുന്നത്. സോ ജോണിന് അതല്ലായിരുന്നു മെയിൻ സബ്ജക്ട് മാറ്റർ അനുസരിച്ചാണ് റൈറ്റിംഗ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പം ജോണിന്റെ സബ്ജക്ട് മാറ്റർ അല്ല ലൂക്കിന്റെ സബ്ജക്ട് മാറ്റർ. ലൂക്കിന്റെ സബ്ജക്ട് മാറ്റർ, ലൂക്കും ആർട്സും ആക്ച്വൽ ഹിസ്റ്ററിയാണ്, ഹിസ്റ്റോറിക്കൽ ഇതിലാണ് എഴുതിയിരിക്കുന്നത് എപ്പോഴും. പക്ഷേ മാത്യു എന്ന് പറയുന്നത് ജൂയിഷ് ഓഡിയൻസിന് എഴുതിയിരിക്കുന്നു, മാർക്ക് ജെന്റൈൽ ഓഡിയൻസിന് എഴുതിയിരിക്കുന്നു. ജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിവരമുള്ള ഒരു വിശ്വാസികൾക്കാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് കർത്താവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. ക്രൂശിക്കാൻ കൊണ്ടുപോയിട്ട് എന്ത് സംഭവിച്ചു? 2 ദുഷ്പ്രവർത്തിക്കാരുണ്ടായിരുന്നു. അപ്പൊ മാർക്കും മത്തായും പറയുന്നത് എല്ലാവരും ദുഷിച്ചു. എന്റെ മുന്നിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അവിടെ നാഴെ നിന്ന പുരോഹിതന്മാരും മറ്റു മനുഷ്യരും പടയാളികളും എല്ലാം ഒന്നിക്കുന്നുണ്ട്. 33 ഞാൻ വായിക്കുകയാണ്. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവർ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു, ജഡം നോക്കിക്കൊണ്ടിരുന്നു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ, ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു. പടയാളികളും അവനെ പരിഹസിച്ച് അടുത്തു വന്ന് അവനെ പിടിച്ച വീഞ്ഞു കാണിച്ചു. നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്നൊരു മേലെടുത്ത് അവന്റെ മീതെ ഉണ്ടായിരുന്നു. അപ്പോ അതിനുശേഷമാണ് തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരൻ ഒരുത്തൻ ചോദിക്കുകയാണ്, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദൂഷിച്ചു. അപ്പോ ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ദുഷ്പ്രവർത്തിക്കാരുണ്ട്. അതില് പെനിറ്റന്റ് ആയിട്ടുള്ള ആള്, അതായത് ആദ്യം 2 പേരും ദുഷിക്കുകയാണ് കർത്താവിനെ. പക്ഷെ ക്രൂശിൽ കയറി കഴിഞ്ഞ സമയത്ത് ഈ ഒരു കള്ളന് പക്ഷെ മനമാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോ അതുകൊണ്ടാണ് മത്തായിയും മാർക്കും പറയുന്നു ദുഷിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീടുണ്ടായ സംഭവങ്ങൾ തിരിച്ചറിഞ്ഞ നമ്മുടെ ലൂക്കാണ് മനസ്സിലാക്കുന്നത് ഈ കള്ളൻ ഇത് ചെയ്തെന്നുള്ളത്. ചോദിച്ച് അന്വേഷിച്ച് ദൃക്സാക്ഷികളോട് ചോദിച്ച് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നതാണ്. അപ്പം പറയുകയാണ്, ആദ്യം 2 പേരും ദുഷിച്ചു ആദ്യം. പക്ഷെ ഈ ക്രൂശിൽ തൂങ്ങി കിടന്നപ്പോൾ ഒരു കള്ളൻ തന്റെ ലൈഫ് റിവ്യൂ ഒന്ന് ചെയ്തു. അതാണ് അതിന്റെ തുടക്കം. അപ്പോ കുരിശിൽ തൂങ്ങിക്കിടന്നപ്പോൾ മറ്റവൻ പറയാണ്, സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലോ. ആദ്യത്തേത്. അപ്പൊ കള്ളൻ പറയുന്നത് മറ്റേ കള്ളനോട് പറയുക, ഇവനും തൂങ്ങിക്കിടക്കുന്നു, ഞാനും തൂങ്ങിക്കിടക്കുന്നു, നീയും തൂങ്ങിക്കിടക്കുന്നു. താഴെയുള്ളവരെ കളിയാക്കുന്നതിന് ഒരു രസമുണ്ട്. അവര് മാറി നിന്നാ ചെയ്യുന്നത്. അവര് മാറി നിന്നാണ് കളിയാക്കുന്നത്. അവർക്ക് ദുഷിക്കാനായിട്ടുള്ള ഇതുണ്ട്. നീ പക്ഷെ കൂടെ കിടന്ന് ദുഷിക്കുന്ന എന്തിനാണെന്നാണ് ഫസ്റ്റ് ചോദ്യം. അതാണ് ആദ്യത്തെ ഇത്. അപ്പോ ഈ
കള്ളന്മാരെ തൂക്കുന്ന സമയത്ത് യേശു പറയുന്നുണ്ട്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാതെ ഇവരോട് ക്ഷമിക്കണം. ഇത് ആ സമയത്ത് അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒറ്റ പുള്ളി ആ കള്ളൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ലൂക്കോസ് ഇച്ചിരി പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ദാവീദ് പുത്രന് ഹോശന്ന എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂവിയ ഒരു പുരുഷാര അതിൽ തന്നെ ഉണ്ട്, യഹൂദന്മാരിൽ തന്നെ ഉണ്ട്. അവർക്ക് പോലും ഈ ശിക്ഷയ്ക്ക് വിധിച്ച് കൊണ്ടുവന്നപ്പോൾ അവരുടെ എല്ലാം വിശ്വാസം അവിടെ തീരുകയാണ്. ആ സമയത്ത് ഒരുപാട് ആളുകൾക്ക് വിശ്വാസം തന്നെ തീരുകയാണ്. ഇവനാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് ഓടിച്ചിതറിപ്പോവുക, ഇൻക്ലൂഡിങ് ശിഷ്യന്മാര് തന്നെ ഓടിച്ചിതറിപ്പോവുകയാണ്. അപ്പോ പടയാളികൾ കളിയാക്കിക്കൊണ്ടിരുന്നപ്പോ ക്രൂശിൽ കിടക്കുന്ന ഒരുത്തന് തോന്നുകയാണ്, ഇവൻ കളിയാക്കുന്നതിനകത്ത് കാര്യമില്ല, ഞാൻ കളിയാക്കുന്നതിന് കാര്യമില്ല. അടുത്ത സ്റ്റെപ്പിലെ ചിന്ത, എനിക്ക് കിട്ടിയതല്ല ഞാൻ ചെയ്തതിന് പകരമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിനക്ക് എന്താ പറയാ, നമ്മൾ ന്യായമായിട്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത്. ഞാൻ പ്രവർത്തിക്കാൻ യോഗ്യമായതാണ് കിട്ടുന്നത്. ഇവൻ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. കാര്യം ക്രൂശി തൂങ്ങി കിടക്കുമ്പോൾ പോലും സ്വയർ ചെയ്യുന്നില്ല, മറ്റുള്ളവർ കളിയാക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. പറയുന്ന ഓരോ വാക്കുകളും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂശിൽ തൂക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡയഫ്രം മേലോട്ട് പ്രസ്സായി കഴിഞ്ഞാൽ പിന്നെ ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. ആണി അടിച്ച് ഇങ്ങനെ തൂക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ആണി കാലുകൊണ്ട് ഇങ്ങനെ നമ്മൾ പൊങ്ങി കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ പറ്റത്തുള്ളൂ. കയ്യിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്നുണ്ട്, അങ്ങനെ പൊങ്ങിയെടുത്ത് ശ്വാസം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം യേശുക്രിസ്തു 7 മൊഴികൾ പറഞ്ഞെന്ന് പറഞ്ഞത് തന്നെ ഭയങ്കര വലിയൊരു കാര്യമാണ്. അത്രയും ശരീരത്തിന് ശക്തിയുള്ള ഒരു വ്യക്തിയാണ് യേശു. ബാക്കിയുള്ളവര് അതിനകത്ത് കിട്ടുന്ന ശ്വാസത്തിന് സ്വയർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. കള്ളന്, ആ തറയ്ക്കപ്പെട്ട കള്ളന് ഒരു ചോയ്സ്, ഇപ്പൊ അനങ്ങുന്ന ഒരു സാധനമുള്ളൂ, അത് നാക്ക. പക്ഷെ നല്ല കള്ളൻ, ശരിയായിട്ട് തിരിച്ചറിവ് വന്നവൻ ആ നാക്ക് ആദ്യമായിട്ട് നല്ല കാര്യത്തിന് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കും. ആ സമയത്താണ് അപ്പം കള്ളൻ പറയുന്നു, ഞാൻ എൻ്റെ ലൈഫ് റിവ്യൂ എടുത്തപ്പോ ഞാൻ നല്ലവനല്ല എന്നുള്ളത് എനിക്ക് നല്ല പച്ചയ്ക്ക് പരമാർത്ഥമായിട്ട് എനിക്ക് വെളിപ്പെട്ടു. ഞാൻ ഈ തൂങ്ങി കിടക്കുന്നത് ഞാൻ വരുത്തിയതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അരുതാത്ത ഒരുത്തനൊന്നും ചെയ്തിട്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കിടക്കുക. വേദന ഉളഞ്ഞു കിടക്കുന്ന സമയത്തും സങ്കീർത്തനം പറയുകയാണ്. ക്രൂശിക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തൻ്റെതായ ഹൃദയം അപ്പൊ പതിയെ തുറക്കുക. ഈ കള്ളൻ മാത്രമാണ് ശരിക്കും പറഞ്ഞ വിശ്വാസം ഉണ്ടായത്. ഇവൻ ഇങ്ങനെയാണെങ്കിൽ ഇവൻ സാധാരണ മനുഷ്യനല്ല. അപ്പം ഇദ്ദേഹം പറയുക, ഈ എല്ലാ പാപിയുടെയും ഏതൊരു മനുഷ്യന്റെയും ക്രിസ്ത്യൻ ഇനിസിയേഷനിൽ 4 സ്റ്റേജസ് ഉണ്ട്. അതിന്റെ 1 ഫസ്റ്റ് റിപ്പൻഡൻസ് ആണ്, 2 ബിലീഫ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ആണ്, 3 സ്നാനമാണ്, 4 പരിശുദ്ധാത്മാവിനെ പ്രാപിക്കലാണ്. നമ്മൾ ഈ 4 എണ്ണവും അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ, സുവിശേഷത്തിൽ നിന്ന് പഠിക്കാൻ പറ്റത്തില്ല എപ്പോഴും. കാരണം പത്രോസും യോഹന്നാനും ഒക്കെ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് ഇറങ്ങി അവരെ ആളുകളെ കൺവേർട്ട് ചെയ്ത് എടുക്കുന്ന ചരിത്രമാണ് നമ്മൾ വായിക്കേണ്ടത്. നമ്മൾ ലേഖനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഓൾറെഡി അസ്യൂംഡ് ആണ്. സഭകൾക്ക് എഴുതുന്നതുകൊണ്ട് ഈ തിങ്സ് അവർക്ക് ഓൾറെഡി അറിയാം, ഇത് ഓൾറെഡി അസ്യൂംഡ്. ഗോസ്പൽസിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു ഏർലി ടു ഡിറൈവ് ഡോക്ടറിൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാന്റെ ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു, അതിനപ്പുറത്തേക്കാണ് യേശുക്രിസ്തു അത് മാറ്റിക്കൊണ്ടുവന്നത്. യോഹന്നാൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നേ ഉള്ളൂ, പക്ഷെ അവൻ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്നാനം കഴിപ്പിക്കും, അല്ലാതെ തീയിലും സ്നാനം കഴിപ്പിക്കുന്നു പറയുന്നുണ്ട്. ആ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. അപ്പോ നമ്മള് കർത്താവ് പോയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി പഠിക്കണം. അതാണ് ദാറ്റ് ഈസ് വേർ ദ റബ്ബർ മീറ്റ്സ് ദ റോഡ് എന്ന് നമ്മൾ പറയും. ആക്ച്വലായിട്ട് അപ്പോസ്തലന്മാർ ഇവാഞ്ചലിസ്റ്റുകളായിട്ട് ഇറങ്ങിയ ടൈം അതാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് പഠിക്കുന്നത്. അപ്പം 4 കാര്യങ്ങൾ വേണം. പക്ഷെ ഈ കള്ളന് അത് ചെയ്തില്ല. അതിന് ചോദിക്കുന്ന ഒരു ചോദ്യം ഡീൽ ചെയ്യാനും കൂടെയാണ് ഞാൻ ഈ ഭാഗം എടുത്തത്. കള്ളൻ സ്നാനപ്പെട്ടിട്ടില്ലോ, എന്നിട്ട് കള്ളൻ സ്വർഗത്തിൽ പോയല്ലോ എന്നത് സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ്. സ്വർഗീയ വിരുന്നിന്റെ ഒരു വലിയൊരു പാസ്റ്റർ പോലും ഇരുന്ന് പുള്ളിയുടെ കൃപ പോയ കാലത്ത് വീഡിയോ എന്ന് പറഞ്ഞു, സ്നാനപ്പെടാത്തവൻ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ആരാണ് പറഞ്ഞത്? സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ. അപ്പൊ കള്ളൻ ഇങ്ങനെയാണ് സ്വർഗത്തിൽ പോയത്. സാധാരണ പൈസ കയറി വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ ഇടവെല്ലാം തീരും. ഹ്യൂമിലിറ്റി തീർന്നു കഴിഞ്ഞാൽ ശുശ്രൂഷയും ചെയ്യും. അതുകൊണ്ട് അതൊന്ന് അഡ്രസ് ചെയ്യാവുന്ന കൂടെ കരുതിയാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ കർത്താവ് ഈ കള്ളൻ പറയുന്നു, കള്ളൻ ആദ്യം തന്റെ ലൈഫ് റിവ്യൂ ചെയ്യുന്നു, താൻ ചെയ്തത് തെറ്റാണെന്ന് പശ്ചാത്താപം ഉണ്ടാകുന്നു. രണ്ടാമത് ഇനിയാണ് ഒരു വലിയ ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ്. എന്നിട്ട് തിരിഞ്ഞു ചോദിക്കുകയാണ്, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ
എന്നെ ഓർത്തു കൊള്ളണം. അപ്പോ ഈ തൂങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തി തന്നെ പോലെ തന്നെ നഗ്നനായി കൈയെല്ലാം അടിച്ച് കാലടിച്ചൊരു ഇതിന്റെ പാറ്റുകുലത്തിന് മേത്ത അടിച്ചു വെച്ച ഒരു വ്യക്തിയെ നോക്കിയിട്ട് താൻ പറയുകയാണ്, അദ്ദേഹം ഇതെന്ന് വിശ്വസിക്കുക, ഇവൻ ഇപ്പോൾ ഇങ്ങനെ ആണിക്കിടന്ന് തൂങ്ങുന്നുണ്ട്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കയ്യിൽ ഒരു ചെങ്കോൽ വരും. അവന് അടി വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ഈ അവൻ രാജവസ്ത്രം ഇടും. അവന്റെ തുണി ഊരി വെച്ചേക്കാണ്, നഗ്നനാക്കി കുളിച്ചിരിക്കുക. പക്ഷെ അവൻ ഫെസ്റ്റൽ റോബ്സ്, റോയൽ റോബ്സ് ഇട്ടുണ്ട്. ഇപ്പൊ അവന്റെ കാലില് ആണി ഇടിച്ചു വെച്ചേക്കുക. അതിന്റെ താഴെ ഒരു ഫുഡ് സ്റ്റൂൾ വരും. ഇത് കണ്ട് അപ്പോ വിശ്വാസം എന്ന് പറഞ്ഞ എന്താ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മള് പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പാണ്. Faith is confidence in the future. Inward confidence in the future brings about visible actions in the present. Amen. അപ്പോൾ അന്ന് ആ ക്രൂശി കിടന്ന ഒറ്റ പുള്ളിക്ക് മാത്രമേ അന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കള്ളം പറയുകയാണ്, ഞാൻ ഒരു കാര്യം വിചാരിക്കുന്നു, നീ രാജ്യത്വം പ്രാപിച്ചു വരും. ഇപ്പൊ തലേ മുൾമുടി കിടക്കുന്നു, ഇനി പൊന്മുടി വരും. കയ്യില് നക്ഷത്രം വരും. നീ രാജകീയ വസ്ത്രം വരും. നീ രാജ്യത്വം പ്രാപിച്ചു വരും. എനിക്കറിയാം. അങ്ങനെ എന്നെ ഓർത്തോളം തന്നെ എന്ന് പറയുകയാണ്. അപ്പോ കള്ളന് തന്റെ ഒരു റൈറ്റിയസ്നെസ്സും ഇല്ലെന്ന് ഒന്നാമത് മനസ്സിലായി. എനിക്ക് യാതൊരു റൈറ്റിയസ്നെസ്സും ഇല്ല, ഞാൻ വെറും പാപിയാണ്. എനിക്ക് നിന്നോട് അപേക്ഷിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ഈ കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് സ്നാനപ്പെടാൻ പറ്റത്തില്ല. ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. എനിക്ക് എന്റെ ഗുണമില്ലായ്മ എനിക്ക് തിരിച്ചറിയാനും നിന്റെ കാലിൽ വീഴാനും മാത്രമേ എനിക്ക് കഴിയുള്ളൂ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നീ വരുമ്പോ, അപ്പോ കള്ളൻ അറിയില്ല എന്നാ വരുന്നതെന്ന്, പക്ഷെ കള്ളൻ പറയുകയാണ് നീ വരുമെന്ന് എനിക്കറിയാം. ഒത്തിരി കാലം കഴിഞ്ഞാണെങ്കിൽ എനിക്കറിയില്ല നീ എന്നെ മറന്നു പോകുമോ, എന്നെ മറക്കല്ലേ. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ പറയാനായിട്ടുള്ളൂ. ഈ കള്ളനെ ഇവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ ഈസ് ഓൾവേസ് വിത്ത് ഫെയ്ത്ത്. നമ്മൾ ചെയ്യുന്ന നല്ല പുണ്യപ്രവർത്തികളാലല്ല കർത്താവ് നമ്മളെ രക്ഷിക്കുന്നത്, അവന്റെ കരുണപ്രകാരമാണ്. ഹി ഈസ് എ ട്രോഫി ഓഫ് ഗ്രേസ്. അവനൊരു കൃപയുടെ ഒരു ട്രോഫിയാണ്, വേറെ ഒന്നും പറയാനായിട്ടില്ല. ആ പോയിന്റിന് മുമ്പ് വരെ ദുഷിച്ചുകൊണ്ടിരുന്ന, കള്ളത്ത് കമ്പനിയിൽ കൂടിക്കൊണ്ടിരുന്ന, ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് പറയാൻ വളരെ എക്സ്പെൻസീവ് ബ്രീത്ത് വെച്ചിട്ട് പറയാൻ ഈ കാര്യമേ ഉണ്ടായിരുന്നു. കർത്താവ് അത് അംഗീകരിച്ചു. കർത്താവ് പറയാ, അപ്പം ഞാനൊരു സിന്നറാണ്, നീ ഓടിയാണ്, നീ വരും, എനിക്ക് എന്നെ ഓർത്താൽ മതി, എനിക്ക് ഒന്നും പറയാൻ വേണ്ടി യോഗ്യതയില്ല. അപ്പോ യേശു പറയുകയാണ്, നിന്ന് നീ ഓരോ വാക്കുകൾ എടുത്തു കഴിയുമ്പോൾ എന്നെ ഓർത്തോളം എന്നാ പറഞ്ഞത്. പ്ലീസ് റിമെമ്പർ ദിസ് പൂർ ഫെല്ലോ വെൻ യു കം ഇൻ യുവർ കിങ്ഡം പറഞ്ഞു കഴിഞ്ഞപ്പം യേശു പറയുക ഇന്ന്. അപ്പം ഇന്നെന്ന് പറഞ്ഞത് തന്നെ കർത്താവ് പ്രൊഫറ്റിക് ആയിട്ട് പറയുക, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിരിക്കും. കുരിശിൽ കിടക്കുന്നവൻ 2 ദിവസം തൊട്ട് 7 ദിവസം വരെ എടുക്കും മരിക്കാനായിട്ട്. കാര്യം ഇങ്ങനെ അടിച്ച് ഇത് വെച്ചേക്കാണ്, നാണം കെട്ട് കിടക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുക കുശിക്കുന്നതിന്. യേശുക്രിസ്തു പറയാ, ഇന്ന് ഞാനും മരിക്കും, ഇന്ന് നീയും മരിക്കും. എക്സാക്ട്ലി അത് തന്നെ സംഭവിച്ചു. ആ സമയം അത് സംഭവിച്ചിട്ടില്ല. ഇന്ന് നീയും മരിക്കും, ഇന്ന് ഞാനും മരിക്കും. പക്ഷെ മരിച്ചു കഴിയുമ്പോൾ നീ എന്നോട് കൂടെ, പർദീസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരഡീസോ എന്ന ഗ്രീക്ക് വാക്ക് നമ്മൾ ഹീബ്രുവിൽ ഗാൻ ഈദൻ എന്നാ പറയുന്നത്. ഏതൻ തോട്ടത്തിലായിരിക്കും എന്നാ പറഞ്ഞത്. സ്പിരിച്വൽ ഏതനില്ല, ഗാൻ ഏതൻ എന്നാ. ഞാനിത് ജൂയിഷ് കുറച്ച് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഒന്ന് പഠിച്ചു നോക്കി. അവര് പാരഡീസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗീയമായ ഏതൻ പൂന്തോട്ടമാണ്. ഭൂമിയിൽ ഒരെണ്ണം ഉണ്ടാക്കി, പക്ഷെ മരിച്ചു കഴിയുമ്പോൾ അങ്ങോട്ടാ ചെല്ലുന്നത്. അപ്പൊ കർത്താവ് പറയുകയാണ്, ഇന്ന് നീ മരിക്കും, ഇന്ന് ഞാനും മരിക്കും. ഈ ശരീരം ഇവിടെ കിടക്കുമ്പോഴും നീ എന്റെ കൂടെ ആ ഏതനിൽ നടക്കാനായിട്ട്. ഇവിടെ ബക്കിംഗ്ഹാം പാലസിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ രാജാവിന്റെ കൂടെ? ഇല്ലല്ലോ. പോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഒരു ക്രിമിനലിൽ നിന്നും ആ മഹാരാജാവിന്റെ കൂടെ നടത്താനായിട്ട് ഒരു വിശ്വാസത്തിന്റെ ഒരു ചൂട്. കർത്താവ് എത്ര ഉന്നതനാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് പറയാനായിട്ട് ഒരു യോഗ്യത ഇല്ലാത്തപ്പോ, പറയാനായിട്ട് ഒരു ഗുണവും പറയാനില്ലാത്തപ്പോ നമ്മള് ദൈവമേ എനിക്ക് പറയാനായിട്ടൊന്നും, എനിക്ക് നിന്റെ ഫോർഗീവ്നെസ് മാത്രം വേണമെന്ന് പറയുമ്പോൾ കർത്താവ് പറയാ, സാരമില്ല, യു വിൽ ബി വിത്ത് മീ ഇൻ ഈഡൻ, സ്പിരിച്വൽ ഈഡൻ. നീ എന്നോട് കൂടെ
സത്യമായിട്ട് പറയുന്ന പറഞ്ഞത്, സത്യമായിട്ട് പറയാ, ഞാൻ നിന്നെ പറ്റിക്കുന്ന ദൈവമല്ല. ഇന്ന് ഞാനും ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് നീ എന്റെ കൂടെ ഇരിക്കും. ഇവിടുന്ന് മരിച്ചു കഴിയുമ്പോ നീ അങ്ങ് ബക്കിംഗ്ഹാം പാലസിൽ ആൾക്കാർ ഗസ്റ്റ് പോലെയല്ല, ഞാൻ അതിലും ഭയങ്കര സാധനം ഉണ്ടാക്കി. ഇതാണ് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ കർത്താവിന്റെ ആ ഇത് ആലോചിച്ചു ഞാൻ പറഞ്ഞ അതിനുശേഷം പറയാ, നീ എന്നോടുകൂടെ ഇന്നുണ്ടായിരുന്നു. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ട്രോഫി ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞാല് കള്ളനാണ്. നമ്മള് പുണ്യപ്രവർത്തികൾ ചെയ്താൽ കർത്താവിന് വേണ്ടത്ര ഇത് കിട്ടില്ല. നല്ലവനായിട്ട് ജീവിച്ചാൽ മതി എന്ന് പറയുന്നത് മഹാമണ്ടത്തരമാണെന്ന് ബൈബിൾ തെളിയിച്ച് കാണിക്കും. ശുദ്ധമായ എല്ലാം തകർന്നും നുറുങ്ങിയും മനസ്താപവും ഉള്ള ആ ഹൃദയമുള്ളവനാണ് തടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിനക്ക് ഇഷ്ടമുള്ള ഹനനയാഗങ്ങൾ തകർന്നും നുറുങ്ങിയിരിക്കുന്ന മനസ്സാണ്, നിർമ്മലമായ ഒരു ഹൃദയത്തെയാണ് ആഗ്രഹിക്കുന്നത്. വേറെ പറയുന്നത്, ഞാൻ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയാണെങ്കിലും മനസ്താപമുള്ളവരോടും മനോവിനയമുള്ളവരോടും കൂടെ ഞാൻ വസിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ട്രോഫി ഓഫ് ഗ്രേസ് ആണ് ഈ നമ്മുടെ കള്ളൻ. കർത്താവ് പറയാണ്, നീ എന്നോട് കൂടെ ഇരിക്കും. രണ്ട് പേഴ്സണലാണ്. കള്ളന്മാർ ഇവരെല്ലാവരും ഇരിക്കുന്നു പറഞ്ഞില്ല, പേഴ്സണലാണ്. നമുക്ക് വേറൊരാളും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഡിപ്പെൻഡൻസ് പേഴ്സണലാണ്, നമ്മുടെ ഫെയ്ത്ത് പേഴ്സണലാണ്, കർത്താവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് പേഴ്സണലാണ്, അവനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പേഴ്സണലാണ്. ഇനി നമ്മൾ മുന്നോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ വേറെ എന്തൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് ഇതിനകത്തുള്ള ഈ കള്ളനിൽ നമുക്ക് മോഡലായിട്ട് എന്തൊക്കെയാണ് കാണാനുള്ളത്? ഒന്ന്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയമുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ചുങ്കക്കാരും പാവികളും നിങ്ങളെക്കാൾ മുമ്പായിട്ട് സ്വകാര്യത്തിൽ കളക്കണമെന്ന് പറയുന്നത്. ചുങ്കക്കാരും പാവികളും എന്താണ്? പരീശന്മാരെക്കാളും സ്ക്രിപ്ചർ അറിയാവുന്ന ആളെക്കാളും മുന്നിൽ കടങ്ങാൻ കാരണം അവർക്ക് പരീശന്മാർക്ക് സ്വയമായ ഒരു നീതി ഉണ്ടായിരുന്നത് പോലെ ഇവർക്ക് ഒരു നീതി ഉണ്ടായിരുന്നില്ല. They had no righteousness of their own. അപ്പൊ ചുങ്കക്കാർക്കും പാവികൾക്കും അവർക്ക് മനസ്സിലായി, I am worthless. ഞാൻ ഈ ദൈവത്തിന്റെ അടുത്ത് എത്ര അടുത്ത് ചെന്ന് കഴിഞ്ഞാലും ഞാൻ ശുദ്ധീകരിക്കപ്പെടാൻ പറ്റില്ല. ഞാൻ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയം കൊണ്ട് സമ്മതിച്ച് അങ്ങോട്ട് ചെല്ലുക എന്നുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ചുങ്കക്കാരും പാപികൾക്കും വർക്ക്ലെസ്നെസ് മനസ്സിലായതുകൊണ്ട് കർത്താവിന്റെ ഗ്രേസ് വേണ്ടി മാത്രമായിട്ട് പുറകെ പോകുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെക്കാൾ മുമ്പായിട്ട് സ്വകാര്യത്തെ അവരെ കടന്നത്. നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ചില പ്രവൃത്തികൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ കൃപ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായിട്ട് കണക്കിട്ടെന്നാണ് പറഞ്ഞത്. വിശ്വാസമാണ് നീതിയായിട്ട് കണക്കിട്ടത്, പ്രവർത്തിക്കുന്നവനല്ല. പ്രവർത്തിക്കുന്നവനാണെങ്കിൽ അത് കൃപയായിട്ടല്ല കടമായിട്ടാണെന്നാണ് കണക്കിടുന്നത്. ദൈവത്തിനോട് ആർക്ക് കടം എടുക്കാനായിട്ട് പറ്റും? അപ്പോ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു കള്ളനിൽ നിന്ന് പഠിക്കാനുള്ളത്. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയം വേണം. എനിക്ക് എന്റേതായ ഒരു റൈറ്റിയസ്നെസ് ഇല്ല എന്ന തിരിച്ചറിവാണ് ഒന്ന് ആ കള്ളനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്, കർത്താവെ ഓർക്കണം എന്നുള്ളൊരു പ്രാർത്ഥന, നിരന്തരമായ ഒരു പ്രാർത്ഥന. തനിക്ക് ആ എക്സ്പെൻസീവ് ബ്രത്ത് വെച്ച് ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നല്ല രീതിയിൽ ശ്വാസം വലിച്ചു നടക്കുന്നത് നമുക്ക് അവനോട് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അപ്പ തെറ്റുണ്ടേ ക്ഷമിക്കണേ, നീ നിന്റെ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഞാൻ വെളിക്കിറങ്ങില്ല, പ്ലീസ് റിമെമ്പർ. അതാണ് പറയാനായിട്ടുള്ളത്. അതിനപ്പുറം വേറൊന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ കർത്താവ് വേറൊരു കാര്യം പറയുകയാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉടലെടുക്കുക, ഒരു വാക്കിലാണ് ആ ഫ്രണ്ട്ഷിപ്പ് ഉടലെടുക്കുന്നത്. ആ സ്നേഹിതൻ, ആത്മസ്നേഹിതനുമായിട്ടുള്ള ഉടലെടുക്കുക. അപ്പം കർത്താവ് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഫ്രണ്ട്ഷിപ്പ് മരണം കൊണ്ട് തീരുന്നില്ല, ഈ ഫ്രണ്ട്ഷിപ്പ് മരണത്തിൽ തീരാൻ പോകുന്നില്ല. നിത്യായുഗങ്ങളിൽ ഞാൻ നിന്റെ ഫ്രണ്ടായിരിക്കും. ദിസ് ഫ്രണ്ട്ഷിപ്പ് ഫോം ഇൻ ദ ലാസ്റ്റ് അവേഴ്സ് ഓഫ് യുവർ ലൈഫ് will not be interrupted by death. ഇതുപോലൊരു സ്നേഹിതൻ ടി.കെ. ശമീൽ സാർ പാടുന്നുണ്ട്, ഈ വിധ സ്നേഹിതൻ ആരിൽ ആരാ ഉള്ളത്? വീണ്ടെടുത്തു എന്നെ ചോരയാൽ. ഹല്ലേലൂയ. മറ്റൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, സോൾ സ്ലീപ്പ് എന്നൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ആത്മാക്കള് നിത്യവിശ്രാമത്തിലായിരിക്കും, അല്ലെ ഉറങ്ങുമായിരിക്കും. പക്ഷേ കർത്താവ് പറയുന്നു, അല്ല, നമ്മൾ ഒന്നിച്ച് ഒരു ഗാർഡനിൽ സ്ട്രോളിങ് പോവുകയാണെന്നാണ് പറയുന്നത്. നമ്മൾ ഒന്നിച്ച് നടക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ഞാൻ മരിച്ചു കഴിയുമ്പോ നേരെ എന്റെ പ്രാണൻ ഇങ്ങനെ അടങ്ങി എന്തോ ഒരു സ്ഥലത്ത് അൺകോൺഷ്യസ് വെള്ളത്തിലൊന്നും ഇരിക്കുകയല്ല.
നേരിട്ട് ആ ഏദൻ പറുദീസയിലേക്ക് പോയി അവന്റെ കൂടെയുള്ള ഒരു നടപ്പിന് വേണ്ടിയാണ് കർത്താവ് വിളിക്കുന്നത്. ഇതറിയാവുന്നതുകൊണ്ടാ പൗലോസ് പറയുന്നത്, എനിക്ക് വല്ല വിധനെയും അവന്റെ അടുത്ത് നിന്ന് എനിക്ക് മരിക്കുന്നത് ലാഭമാ, ജീവിക്കുന്നത് ക്രിസ്തുവാ, എനിക്ക് മരിക്കുന്നത് ലാഭമാ. അവനിൽ നിന്ന് എനിക്ക് വല്ല വിധേനയും എനിക്ക് പുനരുദ്ധാനം പ്രാപിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത വളർന്ന എല്ലാ കാര്യം സോൾ സ്ലീപ്പിൽ പോകണമെന്നല്ല, കർത്താവിന്റെ കൂടെ നടക്കണമെന്ന് ആഗ്രഹമുള്ളവന്. ആ തേജസ് ഞാൻ അവനെ കണ്ടെങ്കിൽ ഞാൻ അവനെ പോലെ ആയി തീർന്ന് മുന്നോട്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ളവനാണ് അങ്ങനെ ആഗ്രഹിക്കത്തുള്ളൂ. സോൾ സ്ലീപ്പ് എന്ന കാര്യമില്ല. ഈ കാര്യങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്തുവാ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. വേറൊരു രീതിയിൽ നമുക്ക് ഫോർഗീവ്നെസ് ഏൺ ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഇത്. ഈ 5 കാര്യങ്ങളാണ് നമുക്ക് ആ കള്ളനിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഈ കള്ളൻ മോഡൽ അല്ലാത്ത പല കാര്യങ്ങളുണ്ട്. ഈ കള്ളൻ സ്നാനപ്പെട്ടില്ല, പക്ഷെ സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞു. സ്നാനപ്പെടാത്ത കള്ളൻ എന്തുകൊണ്ടാണ് തോന്നുന്നത്? ഒന്ന്, ഈ കള്ളന്റെ സർക്കംസ്റ്റൻസസ് ഭയങ്കര യൂണീക്കാണ്. നമ്മളെ കുരിശിൽ തറച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നാക്ക് മാത്രമേ അനങ്ങാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. താൻ ആ ഉള്ള കാര്യം നല്ല കാര്യത്തിന് ഉപയോഗിച്ചു. അതിനപ്പുറത്തേക്ക് കുരിശിൽ തൂങ്ങിക്കഴിഞ്ഞാൽ തനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇത് മാത്രമല്ല, താൻ കുറച്ച് സമയത്ത് hours or days within his death. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അത്രേ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. തനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര വിശ്വാസം എന്ന കാര്യം നാവുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷേ ക്രിസ്ത്യാനി ആയി തീർന്ന് ഫുൾ ലൈഫ് മുന്നിൽ കിടക്കുന്ന ആൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ബിക്കോസ് റിലേഷൻഷിപ്പാണ് കർത്താവ് ഇത് ചെയ്യുന്നത്. അവന്റെ രൂപത്തിലേക്ക് നടക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ യുണീക് സർക്കംസ്റ്റൻസ് എക്സെപ്ഷൻ ഡസ് നോട്ട് ബിക്കം ദ നോം. എക്സെപ്ഷൻസ് വെച്ച് നമുക്ക് നോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പത്രോസ് ഇതൊന്നും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങള് അവരുടെ ഹൃദയത്തെ കുത്തുകൊണ്ടിട്ട് ചോദിക്കുന്നു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. നിങ്ങൾ പാപങ്ങള് നിങ്ങൾ റിപ്പന്റ് ചെയ്യുക, അതിനുശേഷം സ്നാനം എടുക്കുക, അതിനുശേഷം പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അതിനുശേഷം അവര് സഭയിൽ പോകുന്നു. ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നു. ഒന്നാം കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതാണ് ഒരു യുണീക് സർക്കംസ്റ്റൻസ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ശ്രദ്ധിച്ചാല് ഈ കള്ളൻ ഇനി മുന്നോട്ടുള്ള ജീവിതം നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഈ കള്ളന് എന്തെങ്കിലും ഇതുണ്ടാകുമോ? താൻ സ്വകരാജ്യത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രതീക്ഷയിൽ ഉണ്ടാകും. പക്ഷെ കർത്താവിന് വേണ്ടി നന്ദിയുള്ള ആ ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫ് ജീവിച്ചതിന്റെ ഒരു കാര്യമുണ്ട്. ഇവിടെ തന്റെ ജീവിതം വേസ്റ്റഡ് ആണ്. ആ കള്ളന്റെ ജീവിതം ഇവിടെ വേസ്റ്റഡ് ആണ്. ഒരു ഭക്തൻ ജീവിച്ചു കഴിയുമ്പം കർത്താവിന് അത് പ്രസാദമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നല്ല ദാസൻ എന്ന് ചൊല്ലുന്ന ആൾ തന്റെ മുമ്പാകെ ലജ്ജിതനായി തീരാതെ തന്റെ വേല ചെയ്തുകൊണ്ടും തന്റെ കുരിശ് ചുമന്നിട്ടും പ്രാണപ്രിയൻ സേവയിൽ തന്നെ ആയുസ്സെല്ലാം കഴിച്ചു. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ കള്ളന് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല. രണ്ട്, കർത്താവിനോട് കൂടെ ക്രൂശിനോട് കൂടെയാണ് നമ്മൾ ചേരുന്നത് സ്നാനത്തില്, അല്ലെ? കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് കർത്താവിന്റെ കൂടെ ക്രൂശിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഫിസിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് കർത്താവിനോട് ചേർന്ന് നടന്ന് ഫിസിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്നാൽ കർത്താവ് ഇപ്പൊ സ്വർഗത്തിൽ പോയി, നമ്മൾ കർത്താവായിട്ട് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? നമുക്കൊരു കുരിശിൽ കയറാനായിട്ട് സാധിക്കില്ല, കർത്താവിനോട് ക്രൂശിക്കപ്പെടാൻ സാധിക്കില്ല. ഈ കള്ളൻ കർത്താവിനോട് ക്രൂശിക്കപ്പെടുക. തനിക്ക് അതുകൊണ്ട് ഗുണമൊന്നും ഇല്ലെങ്കിൽ പോലും കർത്താവിനോട് ഹി ഐഡന്റിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. തന്റെ വായ കൊണ്ട് രക്ഷയ്ക്കായിട്ട് ഏറ്റവും പറഞ്ഞു. തന്റെ ജീവിതം ബാക്കിയുള്ള ആ സം പോയിന്റ് ഓഫ് ടൈം എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിനില് കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് തന്റെ പ്രഷർ വന്നപ്പോൾ തന്റെ നല്ല സ്വഭാവം ആ കുറച്ച് സമയത്തേക്ക് ചെലവഴിച്ചുകൊണ്ട് അപ്പോ അതിനപ്പുറത്തേക്ക് തനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നത് തന്നെ അതിന്റെ കാരണം. അപ്പോ ഈ തീഫിനെ വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും സ്നാനപ്പെടാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് പറയത്തില്ല. ഈ തീഫ് എന്ന് പറഞ്ഞ ഒരു മിനിമം ക്രിസ്ത്യനാണ്. ഈസ് മിനിമം ക്രിസ്ത്യൻ. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് മാത്രം കിട്ടിയ ഒരു മിനിമം ക്രിസ്ത്യൻ. പക്ഷെ ജീവിതം മുന്നോട്ട് ഇത് പലർക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി ഇംഗ്ലണ്ടില് തൂക്കിക്കൊല്ലാനായിട്ട് കൊണ്ടുപോയ പലരെയും അവര് ദേവർ വിത്തിൻ അവേഴ്സ് ഓഫ് ദെയർ ഡെത്ത് അങ്ങനെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട പലരെയും പ്രാർത്ഥിച്ച് അവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പോയിട്ടുണ്ട്. അതുപോലെ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് വാർ ക്രിമിനൽസ്, ന്യൂറംബർഗ് ട്രയൽസ്, ജർമ്മനിയിലുള്ള വാർ ക്രിമിനൽസിനെ എല്ലാവരെയും ഇതുപോലെ ജയിലിൽ കുറച്ച് നാളിട്ട സമയത്ത് ഗെരക്കെ എന്ന ഒരു പാദ്രിയുണ്ട്. അദ്ദേഹം
ഇവരെ സുവിശേഷം ചെയ്ത് ഇത് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അതിൽ പലരും ഇത് ചെയ്യുന്നു. നമുക്ക് അവർക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി മാക്സിമം ക്രിസ്ത്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ, കർത്താവ് നമ്മുടെ ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് ചില വാക്യങ്ങളുണ്ട്. ഞാനെല്ലാം വായിക്കാൻ എനിക്ക് സമയമില്ല. നമുക്ക് 2 കൊരിന്ത്യർ 5:14-15 ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 5:14-15. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ആ ആ ആ അപ്പൊ പറയുക, ഇനി ജീവിക്കുന്നവർ എന്താ ചെയ്യേണ്ടത്? എല്ലാവർക്കും വേണ്ടി ക്രിസ്തു മരിച്ചു. ഇനി ജീവിക്കുന്നവർ ജീവിക്കുന്നത് അവരവർക്ക് വേണ്ടിയിട്ടല്ല, ക്രിസ്തുവിനായിട്ട്, തനിക്കായിട്ട് മരിച്ചവന് വേണ്ടി ജീവിച്ചു കാണിക്കുന്നതാണ്. മാക്സിമം ക്രിസ്ത്യനെ പറ്റി ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്. താൻ രക്ഷിച്ചു കഴിഞ്ഞാൽ ഫെയ്ത്ത്ഫുൾ സർവീസ് കൊടുക്കാനാണ് കർത്താവ് വിളിക്കുന്നത്. അപ്പോ താൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനും സാധിക്കണം. അപ്പൊ മാക്സിമം ക്രിസ്ത്യനെ പറ്റി ഒരു മാക്സിമം ക്രിസ്ത്യന്റെ ഇനിഷ്യേഷൻ ഞാൻ അപ്പോസ്തല പ്രവൃത്തി ഒന്ന് വായിച്ചു പറയാൻ പോവുകയാണ്. എന്തൊക്കെയാണ് സംബന്ധിച്ചത്? പത്രോസ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ശേഷം പറയുന്ന ഭാഗമാണ്. അപ്പോ അപ്പോസ്തല പ്രവൃത്തികൾ 2:36 തൊട്ട് ഒന്ന് വായിക്കണം. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും എന്നാൽ പരിശുദ്ധാത്മാവ് എന്നതാണ് ലഭിക്കും. അപ്പോ ആദ്യം അവരിൽ ഉണ്ടായ കാര്യം അവർക്ക് മനസ്സിലായി, യേശുക്രിസ്തു കർത്താവും ക്രിസ്തുവാണ്. ഹി ഈസ് ദ ലോർഡ് ആൻഡ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ലോർഡ് ആൻഡ് സേവിയർ ആണെന്ന് ആദ്യം അവർക്ക് മനസ്സിലായി. അവർക്ക് ഹൃദയത്തിൽ കുത്തുള്ളൂ, കാര്യം തെറ്റ് ചെയ്തെന്ന് അവർക്ക് മനസ്സിലായി. അതിനുശേഷം വാട്ട് ഷാൽ വി ഡു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അടുത്ത് ചോദിച്ചത്. വിശ്വസിക്കാൻ മാത്രമല്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ പത്രോസ് പറയാണ്, റിട്ടൺ, ആദ്യം മാനസാന്തരം. നിങ്ങളുടെ ടേൺ യുവർ മൈൻഡ് ഫ്രം സിൻ ആൻഡ് ടേൺ ദിസ് ടു ഗോഡ്. ഒന്ന്, മാനസാന്തരപ്പെടുക. 2, നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിക്കുകയും. അപ്പൊ കുത്തുകൊള്ളണം. കുത്തുകൊണ്ടതിന് ശേഷം ഞാൻ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന കൺവിക്ഷൻ വേണം. അതിന് അപ്പുറത്തേന് ചോദിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പം മാനസാന്തരപ്പെടണം. നമ്മുടെ പഴയ വഴികൾ വിട്ട് മുന്നോട്ട് നീങ്ങണം. അതിനുശേഷം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ വാങ്ങിച്ചെടുക്കണം, ലഭിക്കും. നമുക്ക് കർത്താവ് തരണം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ കാണാം, അവന്റെ വാക്ക് കാര്യക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. അടുത്ത അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവര് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും തോന്നുന്നു. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുകയാണ്, they were continually devoting themselves to the apostles' teaching. കണ്ടിന്യൂലി ആണ്, ഇടയ്ക്കിടയ്ക്കല്ല, സ്പൊറാഡിക്കല്ല. ഡിവോട്ടിങ്, അതിൽ ഭക്തിയോടെ ചെന്ന് ചേരുകയാണ്. ഡിവോട്ടിങ് themselves to apostles' teaching. ഒന്ന് വാചനം കേൾക്കാൻ സമയം എടുക്കണം. കണ്ടിന്യൂലി ഡിവോട്ടിങ് themselves to fellowship, കൂട്ടായ്മയ്ക്കായിട്ട് ചെയ്യണം. കണ്ടിന്യൂലി ഡിവോട്ടിങ് themselves to the breaking of bread. കണ്ടിന്യൂലി ഡിവോട്ടിങ് themselves to prayer. ഈ കാര്യങ്ങളിൽ ചേരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്നാനം കഴിക്കാത്ത കള്ളന്റെ എക്സാമ്പിൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ കാരണം, ആ കൂടെ നടന്ന പത്രോസിന് കാര്യം അറിയാവുന്നല്ലേ. പത്രോസ് അങ്ങനെയാണ്, ഇതൊന്നും പറയേണ്ട കാര്യമില്ല, ഈ ലേഖനങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോ കള്ളൻ രക്ഷപ്പെട്ടു. കള്ളൻ ഒരു മിനിമം ക്രിസ്ത്യനായിരുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നത് മാക്സിമം ക്രിസ്ത്യൻസിനെയാണ്. He wants a life of personal relationship and gratitude. He is your savior, so you have to love him. Also he is your Lord, so you have to obey him. അവൻ പറയുന്നത് കേട്ട് നടക്കുക. എന്റെ ജീവിതം അവന് വേണ്ടി കൊടുത്തിരിക്കുക. അവൻ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ഞാൻ അവന് വേണ്ടിയിട്ടായിരിക്കും ജീവിക്കാൻ പോകുന്നത്. ഇനിയുള്ള എന്റെ ജീവിതവും എന്റെ മരണവും അവന് വേണ്ടിയിട്ടാണ്.
അടുത്തത് ഞാൻ ഇത് കൂടെ ഒന്ന് വായിക്കാനായിട്ടായിരിക്കും. 1 യോഹന്നാൻ 4:16-17 ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 4:16-17 ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും വായിച്ച് എന്നെ തന്നെ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. നാം അറിഞ്ഞു ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. ദൈവം അവനിൽ വസിക്കുന്നു. ന്യായത്തിന്റെ ദിവസത്തിൽ ധൈര്യം ഉണ്ടാകുവാൻ എല്ലാ സ്നേഹം നമ്മോട് ഇരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാം ഇരിക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? ഈ ലോകത്തിൽ നമ്മൾ ഇനി ഇരിക്കുമ്പോ എങ്ങനെ ഇരിക്കുന്നത്? അവൻ ഇരുന്നത് പോലെ ഇരിക്കുന്നത്, അവൻ ഇരിക്കുന്ന പോലെ. ഇംഗ്ലീഷില് എന്തെങ്കിലും കൊടുത്ത് ഇൻ ദിസ് വേൾഡ് വി ആർ ലൈക്ക് ജീസസ് എന്ന വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. അവന് വേണ്ടി ജീവിക്കുമ്പോൾ അവൻ ജീവിച്ച പോലെ ജീവിക്കണമെന്നാണ് മാക്സിമം ക്രിസ്ത്യനിറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത്. നിന്നെ നോക്കി കഴിയുമ്പോൾ ക്രിസ്തുവിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ നീ ഒരു മിനിമം ക്രിസ്ത്യനാണ്. മേ ബി യു ആർ നോട്ട് ഈവൻ എ ക്രിസ്ത്യൻ. ശരിക്ക് ചത്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. കർത്താവിന്റെ ആ രൂപത്തിലേക്ക് വളർന്നു വരുന്ന ഒരു മനുഷ്യനാണ് കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. തന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വേറൊരിടത്ത് പറയുന്നുണ്ട്, ആദിജാതൻ ഏകജാതനായിട്ടുള്ള പുത്രൻ ആദിജാതനായിട്ട് തീരാൻ വേണ്ടി നമ്മളെ കുറെ പേരെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്വർഗഭവനത്തിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ, ആ വീട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ മൂത്ത ചേട്ടൻ ചെയ്തത് എന്നാണെന്ന് നോക്കി ഇളയ മക്കള് അഡോപ്റ്റ് ചെയ്തപ്പെട്ട ചന്തകളാണ് പഠിക്കുന്നത്. ഒറ്റ മോനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ചില സമയത്ത് ഞാന് ചിലപ്പോ പിള്ളേരൊക്കെ ഇതിലാകുമ്പോൾ ഞാനും ഭയങ്കര അങ്ങ് വിഷമിക്കും. നിങ്ങൾ വന്നിട്ടാണ് ആ മൊത്തം പ്രശ്നമാണല്ലോ. അത് കഴിയുമ്പോൾ ഉടനെ തന്നെ കർത്താവ് പറയും, എന്റെ മോനെ കൊണ്ട് എന്റെ ഒരു ഏകജാതനം ഉണ്ടായിരുന്നു, അവനെ കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിക്ക് ഹൃദയവേദന മുഴുവൻ ഉണ്ടായിരുന്നു, നിന്നെ പോലെ കുറെ മക്കളുണ്ടായപ്പോഴാണ്. അപ്പോ നമ്മള് കർത്താവിനെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ആദ്യമായിട്ട് ആ പിതാവിന്റെ മടിയിൽ നിന്ന് ഇറങ്ങി വന്നത്. ആ പിതാവിന്റെ പൊന്നു മോൻ ഒരു കാര്യത്തിൽ പോലും പെർഫെക്റ്റ് ലെവലിൽ ആ മടിയിരുന്ന മോനാണ്. പെർഫെക്റ്റ് ലെവലിൽ മടിയിലിരുന്ന മോൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ആ മോന് തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും അപ്പന് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്തുള്ളൂ. ഈ വഴിന്ന് പെറുക്കി ചന്ത കിടന്ന നമ്മള് അവന് ഇഷ്ടമില്ലാതെ ഇരുന്നത്. അപ്പോ അവൻ സ്നേഹത്തോടെ വിളിച്ച് ആ മൂത്ത ചേട്ടൻ വിളിച്ച് നമ്മളെ കാണിച്ചു കഴിയുമ്പോൾ ആ വീട്ടിൽ നിൽക്കാനായിട്ടുള്ള ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വളരും. അതാണ് നമ്മുടെ റൈറ്റ് ക്രിസ്ത്യൻ റെസ്പോൺസ്. അതാണ് ഒരു മാക്സിമം ക്രിസ്ത്യനിറ്റി കർത്താവ്. അവൻ പറയുന്ന എല്ലാ കൽപ്പനകളും അനുസരിച്ചേ തീരും. പരിശുദ്ധാത്മ അഭിഷേകവും പ്രാപിക്കണം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവർ അതിനായിട്ട് പ്രാർത്ഥിക്കണം. സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടണം. അതാണ്ട് കൽപ്പനയാണത്. നമുക്ക് വേണ്ടിയിട്ട് ആ ഉന്നതം വിട്ടിട്ട് ഇവിടെ ഇറങ്ങി വന്ന് താൻ ഇത്രയും നാണക്കേട് സഹിച്ച് നഗ്നനായി അടിയേറ്റ് തൂക്കപ്പെട്ട് എല്ലാവരും നിന്ദിക്കപ്പെട്ട് രോഗം ശീലിച്ചാനായി വ്യസനപാത്രമായിട്ട് ഇരുന്നവന് വേണ്ടി നമുക്ക് അനുസരിക്കാൻ മാത്രമേ ഉള്ളൂ. അതാണ് ട്രൂ ഫെയ്ത്ത് എന്ന് പറയുന്നത്. നമ്മുടെ സ്നേഹം അതാണ്. വേറൊരിടത്ത് പറയുന്നു, നിന്റെ സ്നേഹ പ്രയത്നമാണ് ഞാൻ അത് അറിയുന്നത്. ഒരു മാക്സിമം ക്രിസ്ത്യനെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്തിൽ നിന്ന് കഴിയുമ്പോൾ യേശു പോകുന്നു എന്ന തോന്നൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മളെ കാണുമ്പോൾ ആ യേശുവിന്റെ ആ സ്വഭാവം നമ്മളിൽ കാണാൻ സാധിക്കുന്നു. അങ്ങനെ വളർന്നിട്ടില്ലെങ്കിൽ നമ്മുടെ വളർച്ച വളരെ മോശമാണെന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ നോർമൽ ക്രിസ്ത്യൻ ബർത്ത് റൈറ്റ് രീതിയിൽ വന്നിട്ടില്ല. നമ്മള് കർത്താവിന് നാളെ ഉണ്ടാക്കുന്ന മനുഷ്യരാണ്. അപ്പം നമ്മളെങ്ങനത്തെ പിള്ളേരാണ്? കർത്താവിന് തലവേദന ഉണ്ടാക്കുന്ന പിള്ളേരാണ്. ഇനി തെസ്സലോനിക്കർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം കൂടെ ഞാൻ വായിക്കാം. ഒരു റൈറ്റ് ക്രിസ്ത്യൻ, ഇത് നമുക്ക് പിന്നീട് ഒരിക്കൽ എക്സ്പോസിറ്റ് ചെയ്യാം. പക്ഷെ 10 ക്വാളിറ്റീസ് ഞാൻ പറയുന്നു. 1 തെസ്സലോനിക്കർ 2:1 വായിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും, ഒന്നാമത്തെ ക്വാളിറ്റിയാണ് വിശ്വാസത്തിന്റെ വേല, ദ വർക്ക് ഓഫ് ഫെയ്ത്ത്. 2 സ്നേഹപ്രയത്നം, ദ ലേബർ ഓഫ് ലവ്. കർത്താവിനോടുള്ള സ്നേഹവും നമ്മുടെ ഫെലോ വിശ്വാസികളുമായിട്ടുള്ള സ്നേഹവും ഒരു ലേബർ ഓഫ് ലവ്, ഒരു സ്നേഹത്തിന്റെ പ്രയത്നം. 3 സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ സ്ഥിരത. അതാണ് ഒരു മാക്സിമം ക്രിസ്ത്യന്റെ 3ാമത്തെ ക്വാളിറ്റി. ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാവുമായ സന്നിധിയിലോർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യും. അടുത്ത ക്വാളിറ്റി 6ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരും. ഇപ്പൊ 3 ഞാൻ പറഞ്ഞു. 6ാമത്തെ വാക്യം പറയുക,
You also became imitators of us and of the Lord. രണ്ട്, കർത്താവിന്റെയും അപ്പോസ്തലന്മാരുടെയും ഇമിറ്റേറ്റർ ആയിരിക്കുക. അത് നാലാമത്തെ ക്വാളിറ്റി. Having received the word in much tribulation with the joy of the Holy Spirit. അഞ്ചാമത്തെ ക്വാളിറ്റി, വചനം കേൾക്കുന്നവരാണ്. സന്തോഷത്തോടെ ആ ബുദ്ധിമുട്ടിന്റെ നടുവിലും വചനം കേൾക്കുന്നവരാണ് ശരിയായ മാക്സിമം ക്രിസ്ത്യൻസ്. വിത്ത് ദ ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആറാമത്തെ വാക്യം, പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. 6 എന്നാണ്. അടുത്ത പറയുക, അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. മാക്സിമം ക്രിസ്ത്യന്റെ അടുത്ത ഇതാണ്, യു വിൽ ബിക്കം ആൻ എക്സാമ്പിൾ ടു ഓൾ ദ ബിലീവേഴ്സ്. അടുത്തത് പറയുന്നത്, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിക്കുന്നു. ഫോർ ദ വേർഡ് ഓഫ് ദ ലോർഡ് ഹാഡ് സൗണ്ടഡ് ഫോർത്ത് ഫ്രം യു. അവരുടെ വായ് കൊണ്ടും അവരുടെ പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവര് കർത്താവിന്റെ വചനം അവരിൽ നിന്നും മുഴങ്ങി ചെല്ലുകയാണ്. അതാണ് മാക്സിമം ക്രിസ്ത്യന്റെ അടുത്തത്. ഇത് ഇനി അടുത്തത് 9ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഫോർ ഹൗ യു ടേൺ ടു ഗോഡ് ഫ്രം ഐഡൽസ് ടു സെർവ് എ ലിവിംഗ് ആൻഡ് ട്രൂ ഗോഡ്. 9ാമത്തെ ഇതാ, സ്വന്തമായ ഒരു ഗ്രേവൻ ഇമേജ് ഇല്ലാത്ത വ്യക്തികളാണ് ഒരു മാക്സിമം ക്രിസ്ത്യൻ. ഈ നമ്മൾ വിഗ്രഹം മാത്രമല്ല, നമ്മുടെ ഹൃദയ വിഗ്രഹങ്ങളിൽ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ വാക്ചാതുര്യം, നമുക്ക് കിട്ടുന്ന അറ്റൻഷൻ, നമുക്ക് കിട്ടുന്ന നമ്മുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ നമ്മളോട് ആളുകൾ കാണിക്കുന്ന ബഹുമാനം, ഈ സാധനങ്ങളെല്ലാം ഒരു ഗ്രേവൻ ഇമേജായി ഐഡലായിട്ട് തീരാം. അതില്ലാത്ത ഒരു വ്യക്തി, ഹ്യൂമിലിറ്റിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഒരു മാക്സിമം ക്രിസ്ത്യൻ. ആൻഡ് 10ാമത്തെ കാര്യം, ടു വെയിറ്റ് ഫോർ ഹിസ് സൺ ഫ്രം ഹെവൻ whom he raised from the dead. അടുത്തത്, കർത്താവ് ഭൂമി രണ്ടാമതും വരും എന്ന പ്രത്യാശയും പ്രതീക്ഷയും ഉള്ളവനാണ്, ഉറപ്പുള്ളവനാണ്. ഈ 10 ക്വാളിറ്റീസ് ആണ് ഒരു മാക്സിമം ക്രിസ്ത്യനെ പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് മിനിമം ക്രിസ്ത്യനുമായിട്ടൊന്ന് പരിശോധിച്ച് പോകാം. നമുക്ക് മിനിമം ക്രിസ്ത്യന് മാക്സിമം ഫെയ്ത്ത് ഉണ്ടായിരുന്നു. മിനിമം ക്രിസ്ത്യന്റെ മാക്സിമം ഫെയ്ത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് പ്രഷേഴ്സ് വരുമ്പോൾ നമ്മുടെ സ്വഭാവം നമ്മൾ ഏത് രീതിയിലാക്കണം? കള്ളനെ പോലെ സ്വേത ചെയ്യാൻ, മറ്റേ കള്ളനെ പോലെ സ്വേത ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ, ഈ കള്ളനെ പോലെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു? നമ്മുടെ വിശ്വാസം എത്രമാത്രമുണ്ട്? ഈ ഇവിടെ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ തീരും എന്നതുകൊണ്ട് ടെമ്പറൽ തിങ്സിന് നമ്മുടെ ശ്രദ്ധയിരിക്കുന്നോ, അതോ നിത്യമായ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയിരിക്കുന്നു? ആ കള്ളന് നമ്മളെക്കാൾ കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നീങ്ങുന്ന അനുഗ്രഹത്തിൽ മാത്രമാണ് കർത്താവിന്റെ അടുത്ത് ജീവിക്കുന്നതെങ്കിൽ നീ വളരെ മിനിമം ക്രിസ്ത്യനാണ്. ആ ക്രൂശിൽ കിടന്ന ആ കള്ളന് നിങ്ങളെക്കാൾ കൂടുതൽ വിശ്വാസമുണ്ട്. നമുക്ക് തന്നെ സ്വയം പരിശോധിക്കാം. നമ്മുടെ പ്രഷേഴ്സ് വരുമ്പോൾ, നമ്മുടെ ടെമ്പറൽ തിങ്സ് നമ്മൾ കുറഞ്ഞു കാണുമ്പോൾ നമ്മുടെ റെസ്പോൺസ് എന്തുകൊണ്ടാണ്? കർത്താവ് രാജ്യത്തും വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? എനിക്ക് എൻ്റെതായ റൈറ്റിയസ്നെസ് ഇല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? മാക്സിമം ക്രിസ്ത്യൻ ചെയ്ത ഈ 10 കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. സ്നേഹപ്രയത്നം. എനിക്ക് ഒരുപാട് വാക്യങ്ങൾ ഞാൻ ടൈപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വായിക്കാനായിട്ട്, പക്ഷെ അതിന് സമയമില്ല. സമയം ഓൾമോസ്റ്റ് തീർന്നു കഴിഞ്ഞു. 1 തെസ്സലോനിക്കർ അതല്ലാതെ ഫിലിപ്പിയർ 2:12 പറയുന്നുണ്ട്, കണ്ടിന്യൂ ടു വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് മച്ച് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ്. ഈ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുണ്യം തരുന്നില്ല, പക്ഷേ സ്നേഹപ്രയത്നമാണ് നമ്മുടെ പ്രവൃത്തി. Faith alone, it will give you justification, but faith is not alone. It creates an outward work which is written by the Holy Spirit inside. ഉള്ളില് പരിശുദ്ധാത്മാവ് എഴുതുന്ന വചനം അത് പ്രവൃത്തിയായിട്ട് ശരീരത്തിൽ വരും. മുന്നോട്ട് കാണുന്ന നിത്യത, ഭാവി കാലത്ത് കാണുന്ന നിത്യത ഉള്ളിൽ എഴുതപ്പെട്ടവൻ അതിനനുസരിച്ചുള്ള ജീവിതം ഇപ്പോ ജീവിച്ചു കാണിക്കും. അതാണ് പ്രോപ്പർ ട്രസ്റ്റ്. ഒരു കൊച്ചി സ്റ്റേജിൽ എന്റെ മോൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുവാണെങ്കിൽ ഞാൻ അവനെ പിടിക്കുമെന്ന്, ഞാൻ അവനെ ഫ്യൂച്ചറിൽ പിടിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അവൻ ഇപ്പൊ ചാടുന്നത്. ദാറ്റ് ഈസ് ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. രണ്ടുമാണ്. ചിലയിടത്ത് ഫെയ്ത്തിന് നമ്മൾ ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയും, വിശ്വസ്തത. അതുപോലെ തന്നെ തീത്തോസ് 3:3 മുതൽ 8, തീത്തോസ് 2:1 മുതൽ 14 ഇതെല്ലാം പഠിക്കുന്നത് നമുക്ക് അത് ഞാൻ ഇനി സമയം വരുമ്പോൾ നമുക്ക് പഠിക്കാം. പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ എന്താണ് ഉണ്ടാകുന്നത്? പ്രവൃത്തി സ്നേഹപ്രയത്നമാണോ? എന്താണ് വേണ്ടത്? നമ്മൾ വർക്ക്സ് കൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്? നമുക്ക് വർക്ക്സ് കൊണ്ട് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാകുന്നില്ല, പക്ഷെ വർക്ക്സ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് അത് അടുത്ത പ്രാവശ്യം ഇത് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് നമ്മെ തന്നെ ഈ കേട്ട വചനങ്ങളുടെ മുന്നിൽ ഒന്ന് പരിശോധിക്കാം. കർത്താവേ സ്തോത്രം ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഈ കേട്ട വചനങ്ങളെ ചേർത്ത് സുനിൽ ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി അത് സാന്നിധ്യം ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പാട്ടുപാടി ആരാധിപ്പാൻ ഞങ്ങളെ സഹായിച്ചുവല്ലോ. അമ്മയെ ബലപ്പെടുവാനൊക്കെ ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവവചനം പറവാന്റെ പൂർണ്ണത സഹായിച്ചു. സാക്ഷ്യവചനങ്ങളാൽ ദൈവപ്രവൃത്തി ആദരിച്ച് അവരെ അനുഗ്രഹിക്കുമാറാകണം. കേൾപ്പാനിടയായല്ലോ. ഹല്ലേലൂയ. അന്ന് ഞങ്ങൾക്ക് വേണ്ടി അമ്മ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ട് സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താഴ്ന്ന ഭൂമിയിൽ വന്ന് ഹല്ലേലൂയ കഷ്ടമനുഭവിച്ച് ഞങ്ങളെ വിടുവിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് ഞങ്ങൾ വീണ്ടെടുത്ത ആ മഹാസ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയുടെ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങേപ്പോലായിരിക്കുവാൻ ഹല്ലേലൂയ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ബലഹീനതകളെ എല്ലാം മാറ്റുമാറാകണമേ. ഹല്ലേലൂയ. അങ്ങയുടെ വഴികൾ നടപ്പാൻ തക്കവണ്ണം അങ്ങയുടെ കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. ഞങ്ങളെ ക്ഷമിക്കുമാറാകണം. ബലത്തോടെ നടത്തുവാൻ സഹായിക്കുമാറാകണം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ സൂക്ഷിച്ച് ഞാൻ നന്ദി കർത്താവേ. ഈ ഒരാഴ്ചക്കാലം ഞങ്ങളുടെ വചന പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ വിധത്തിലും ഞങ്ങളുടെ സ്വതന്ത്രത്തോടെ അനുഗ്രഹിക്കുമാറാകണം. ബലപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ ജീവിത ഭാരങ്ങളിന്മേൽ എല്ലാ കർത്താവ് സഹായനായി ആമേൻ ഹല്ലേലൂയ അനുകൂലമായിരിക്കുന്ന ദൈവമാകൽ അങ്ങേ സ്തുതിക്കുന്നു. അനുഗ്രഹിച്ച് ബലപ്പെടുത്തുന്ന പുതിയ മാനവമോഹം എടുക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കരുണയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും വീടുകളിലേക്ക് മടങ്ങുന്ന വിശുദ്ധന്മാരോട് നമ്മൾ പ്രാർത്ഥിച്ച സകല മനുഷ്യരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ജയം തന്ന കർത്താവിന് മഹത്വം കരയറ്റാം. ആമേൻ. കർത്താവ് യേശുവേ വരണമേ. ആമേൻ. സ്തോത്രം. ഈ ബുധനാഴ്ച ഞായറാഴ്ച അതുപോലെ തന്നെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. എല്ലാവരും വരണമെന്ന് അപേക്ഷിക്കുന്നു. ഈ വരുന്ന ശനിയാഴ്ച സ്ട്രീറ്റ് ഇവിടെ ഹോസ്പിറ്റലിൽ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഫ്രീ ആയിരിക്കുന്നവർ വരിക, സഹായിക്കുക. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും ആശീർവദിച്ച് വഴി നടത്തുമാറാകട്ടെ. മറ്റ് അനൗൺസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.